പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ കരുതൽ കാണാൻ പറ്റും ഇന്നത്തെ സുവിശേഷത്തിൽ. അവൻ ശിഷ്യന്മാരെ ബെത്സയിദയിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു എന്ന് പറയണേ. ആളുകളോട് യാത്ര പറഞ്ഞതിന് ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. ശിഷ്യന്മാരെ ഈ 5 അപ്പവും 5000 പേർക്ക് വർദ്ധിച്ചു കൊടുത്തതിന് ശേഷം 5000 പേർ ഭക്ഷിച്ച് തൃപ്തിയായതിന് ശേഷം ശിഷ്യന്മാരെ അവൻ ഒരു വഞ്ചിയിലെ ബെത്സയിദയിലേക്ക് പറഞ്ഞു വിടുന്നു. എന്നിട്ട് അവൻ പ്രാർത്ഥിക്കാൻ, ജനങ്ങളെയൊക്കെ വിട്ടിട്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ കർത്താവിന് ഇങ്ങനെ ഒന്ന് സെൻസ് ചെയ്യുന്നുണ്ട്. ഈശോ ഒരു അപകടം മണക്കുന്നുണ്ട്. എനിക്ക് അവിടെയാണ് ഇത്രയും വലിയ സന്തോഷം തോന്നണേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്നൊരു ചിന്ത വരാണ്, അയ്യോ അവരൊറ്റയ്ക്കാണല്ലോ, കാറ്റ് മാറി വീശുന്നുണ്ടല്ലോ, അവർ ഈ സമയത്ത് കടലിൻ്റെ നടുവിലെത്തിയിട്ടുണ്ടാവും, എൻ്റെ പ്രിയപ്പെട്ടവർ പേടിച്ചിട്ടുണ്ടാവും, അവരെ രക്ഷിക്കാനായിട്ട് ഞാൻ ചെന്നേ പറ്റുള്ളൂ. എന്തൊരു കരുതലാണ് കർത്താവിനെന്ന് നോക്കണേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പ്രാർത്ഥിച്ചിരുന്നാൽ പോരെ, പക്ഷേ കാറ്റ് ഇങ്ങനെ പതിയെ മാറി വീശുന്നത് കാണുമ്പോൾ അവൻ്റെ ചിന്ത പോകുന്നത് കടലിൻ്റെ നടുക്കായിരിക്കുന്നത് എൻ്റെ ശിഷ്യന്മാരെ കുറിച്ചിട്ടാണ്. അവർ അപകടത്തിലാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ വചനം പറയണതുണ്ട്, അവർ വഞ്ചി തുഴഞ്ഞ അവശരായി എന്ന് അവൻ മനസ്സിലാക്കി. കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. പിന്നെ നടക്കുന്നത്, അവൻ കടലിനു മീതെ നടക്കുകയാണ്. ഇങ്ങനത്തെ ഒരു അത്ഭുതം വരെ പിന്നെ അതിനു മുന്നേ നടത്തിയിട്ടില്ല കർത്താവ്. പ്രിയപ്പെട്ടവരാരോ ഇങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്നുള്ള വലിയ ആകുലതയോടുകൂടെ ദൈവം ഇങ്ങനെ കടലിനു മീതെ ഓടി നടക്കുന്നൊരു കാഴ്ച ആലോചിച്ച് നോക്കി. കർത്താവിൻ്റെ കരുതലിനെ കുറിച്ചാണ് പറയണേ. നിങ്ങൾ ഒറ്റയ്ക്ക് വിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സങ്കീർത്തന ഭാഗമൊക്കെ ഉണ്ടല്ലോ, മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടില്ല. ഇത് വെറുതെ പറഞ്ഞാൽ പോരാ, അനുഭവിച്ചിട്ടുള്ള മനുഷ്യരല്ലേ നമ്മൾ. എന്നിട്ടും ഇങ്ങനെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ പറഞ്ഞല്ലോ ഇങ്ങനെ കർത്താവ് കൂടെ വന്നിട്ട് അവർ പറയണത് ഇത് അവർക്ക് മനസ്സിലാവണത് കർത്താവാണെന്നല്ല. കാരണം അവൻ വരാനായിട്ട് ഒരു ചാൻസും ഇല്ല. ആളവിടെ മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോയേക്കാണ്. എങ്ങനെയാണ് ആള് വരണത്? ഇത് ഭൂതം എന്തോ ആണ്. അങ്ങനെയൊക്കെ കർത്താവിനെ കുറിച്ച് പറയണം. കർത്താവ് അവരോട് പറയുന്നുണ്ട്, അവര് ഭൂതമായിരിക്കുമെന്ന് കരുതി അവർ നിലവിളിച്ചു. അവരെല്ലാവരും അവനെ കണ്ട് പരിഭ്രമിച്ചു പോയി. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. ഇത് കർത്താവ് നമ്മളോട് എല്ലാവരോടും പറയുന്നുണ്ട്. ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക, ബി സ്ട്രോങ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41 അധ്യായം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. കർത്താവ് വഞ്ചിയിൽ കയറി, അപ്പോൾ കാറ്റ് ശമിച്ചു, അവർ ആശ്ചര്യഭരിതരായി. നമ്മളെ ഒരു പാട്ട് നേരത്തെ ഉറങ്ങി കേട്ടിട്ടുണ്ടല്ലോ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട് വളരെ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. അതിനകത്ത് ആ പല്ലവിയിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. അതിനുള്ള കാരണമാണ് അടുത്ത 2 വരി പറയുന്നത്, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തിനരികെ അവനുള്ളതാൽ. ഈ ചെറുതോണിയിൽ അമരം നയിച്ചുകൊണ്ട് അവനുള്ളത് കൊണ്ട് ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. കർത്താവ് കൂടെ ഉള്ളപ്പോൾ എല്ലാ കാറ്റും അടങ്ങും. അവൻ ഇങ്ങനെ ആ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു എന്ന് പറയണേ. നമ്മൾ എന്നിട്ടും ഭയപ്പെടണം എന്തിനാണെന്നുള്ളതാണ്. കർത്താവിനെ കയറ്റ്, എൻ്റെ ഈ വഞ്ചിയിലേക്ക് കർത്താവിനെ കയറ്റ്. അത്രയും കരുതലുള്ളൊരു ഇങ്ങനെ കാറ്റ് പ്രതികൂലമാകുന്ന അവസ്ഥകളിൽ അവനിലൊന്ന് ആശ്രയിക്കുക. എൻ്റെ കർത്താവെ എന്ന് വിളിക്കുന്ന ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിന് മുന്നേ കർത്താവ് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. നമ്മൾ വിളിച്ചിട്ടാണ് അവൻ വന്നതെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനല്ല. അത് കൃത്യമായിട്ട് വചനം പറഞ്ഞു തരുന്നുണ്ട്. അവർ വിളിച്ചതുകൊണ്ടല്ല കർത്താവ് വരണേ, നേരെ മറിച്ച് അവന് നമ്മളെക്കുറിച്ച് കരുതലുണ്ട്. അത് കൃത്യമായിട്ട് കർത്താവ് നമ്മളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഓം ഹ്രീം കുട്ടിച്ചാത്ത എന്ന് വിളിക്കുമ്പോൾ ഓടി വരുന്ന മായാവിയല്ല കർത്താവ്. നേരെ മറിച്ച് അവനിങ്ങനെ കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
നമ്മളെ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ കർത്താവ് പറയണത് വെറുതെ ഒന്നുമല്ല. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയേ, അവൻ പ്രാർത്ഥിക്കാൻ പോയതാണ്, വെറുതെ കാറ്റ് മാറി വീശുന്നു, ആ സമയത്ത് കർത്താവ് സെൻസ് ചെയ്യുന്നു അവർ നടുക്കായിരിക്കും, അവരെ ഇങ്ങനെ കാറ്റിങ്ങനെ എതിരെ വീശിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവരെ തുഴഞ്ഞു ക്ഷീണിച്ചിട്ടുണ്ടാവും, ഇനി മുങ്ങിപ്പോകുമെന്ന് ഭയപ്പെടും. ഇതൊക്കെ ഒരൊറ്റ സെക്കൻഡിൽ ആലോചിച്ചെടുത്തിട്ട് പിന്നെ ഒരു ഓട്ടമാണ്. അത് ഭൂമി കൂടിയല്ല, ഈ വെള്ളത്തിൽ കൂടി. ദൈവം ഇങ്ങനെ എനിക്കായിട്ട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കാൻ, ഞാൻ പ്രയാസപ്പെട്ടിരിക്കുന്ന നേരത്ത്, ഞാൻ ശത്രുക്കളുടെ നടുവിലായിരിക്കുന്ന നേരത്ത്, ഞാൻ തളർന്നു വീഴുന്ന നേരത്ത്, മരണം എന്നെ വിഴുങ്ങാൻ വരുന്ന നേരത്ത് എന്നെ രക്ഷിക്കുന്ന കർത്താവ് ഇങ്ങനെ കാറ്റുപോലെ പാഞ്ഞു വരുന്ന ഒരു ദൈവത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. അവൻ്റെ കരവലയത്തിനുള്ളിൽ എന്നെ പൊതിഞ്ഞു പിടിക്കുന്ന കർത്താവിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ വിളിക്കുന്നത് കൊണ്ടല്ല, നേരെ മറിച്ച് അവന് എന്നെക്കുറിച്ച് കരുതലുണ്ട്. 2 ദിവസം മുന്നേ നമ്മൾ ധ്യാനിച്ചതാണ്, കർത്താവിന് നമ്മളെക്കുറിച്ച് വിചാരമുണ്ട്. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന് പത്രോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തും. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അത്രയും കരുതലുള്ള കർത്താവിൻ്റെ കരവലയങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവനായി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുകയാണ്. കർത്താവെ ഞങ്ങൾ പലവട്ടം ഇങ്ങനെ പരിഭ്രമിച്ചു പോയിട്ടുണ്ട്, പക്ഷേ നീ കൂടെയുള്ളപ്പോൾ ഒന്നിനും ഞങ്ങളുടെ ജീവിതത്തോണിയെ തകർക്കാനാവില്ല എന്ന്, ഉലച്ചു കളയാനാവില്ലെന്ന്, മറിച്ചിടാനാവില്ലെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങ് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നിടത്തോളം, സംരക്ഷണവും കോട്ടയും കാവലും അഭയവുമായി അങ്ങ് ഞങ്ങളെ പൊതിയുന്നിടത്തോളം കാലം കർത്താവെ, ഒരു തരി പോലും ഭയപ്പെടാതെ ജീവിക്കാനുള്ള ആശീർവാദത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ആ 3-ാമത്തെ സങ്കീർത്തനം, ഉറങ്ങുന്നതിന് മുൻപ് എപ്പോഴും ധ്യാനിക്കാവുന്നൊരു വചനം. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, കാരണം ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. വിശ്വസിക്ക്, പരിപൂർണമായി ആശ്രയിക്ക്, സ്വസ്ഥമായി നമുക്ക് ഉറക്കത്തിലേക്ക് പോവാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.